ഹലോ, എല്ലാവർക്കും നമസ്കാരം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കൊച്ചുകൊമ്പ ടെൻസ്റ്റേയിലാണ് നമ്മൾ ഇന്നുള്ളത്. ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. ഇവിടെ വന്നപ്പോഴും മഴയ്ക്ക് കുറച്ചൊരു ശമനമുണ്ട്, എന്നാലും മഴയുണ്ട്. ഇത് കുമളിയിൽ നിന്ന് ഗവി വഴി പത്തനംതിട്ടയ്ക്കുള്ള റൂട്ടാണ്. ഈ ടെൻസ്റ്റേയിൽ നമുക്ക് ബോട്ടിങ്, ട്രെക്കിങ്, പിന്നെ സഫാരി ഇതൊക്കെ ഇൻക്ലൂഡഡാണ്. നല്ല നല്ല ആംബിയൻസ് ആണ്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ടെൻറ്റ്. ഇപ്പോൾ നമ്മൾ പതുക്കെ ബോട്ടിങ്ങിന് ഇറങ്ങുകയാണ്. ഭക്ഷണമൊക്കെ ഇവിടെ ഇൻക്ലൂഡഡാണ്. ഒരു ലഞ്ച്, ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ഡിന്നർ, ഇതൊക്കെ ഇൻക്ലൂഡാണ്. പിന്നെ എന്തെങ്കിലും ഗ്രില്ലൊക്കെ വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും. മഴക്കാലത്ത് ആൾക്കാരുണ്ടാവും. ഇവിടേക്ക് വരും. ഇവിടെയൊക്കെ പുള്ളിയുടെ ഫോട്ടോ ഉണ്ട്. നമ്മുടെ സാറിൻ്റെ ക്ലോസ് ചെയ്ത് നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണ്. പേരെന്തായിരുന്നു? എൻ്റെ പേര് ചന്ദ്രകുമാർ. കൊച്ചുകൊമ്പ. ഇവിടെ നിന്നാണ് ശബരിമലയ്ക്ക് വെള്ളം പോകുന്നത്. കൊമ്പ നദിയുടെ ഇതാണോ? ഏതെങ്കിലും ആൾക്കാരെ അറ്റാക്ക് ചെയ്യാവുന്നുണ്ടോ ഇവിടെ? ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്കാണ് പോകണ്ടേ? അതിനുള്ള സെറ്റപ്പാണ്. ഇതിൽ കയറാനാണ് ഉദ്ദേശിച്ചത്. ഇതിൽ കയറിയിട്ട് നമ്മൾ നേരെ ട്രക്കിങ്ങിന് നമുക്ക് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നടപ്പാത ഉണ്ടാക്കി അപ്പോൾ അത് കിട്ടുമായിരുന്നില്ല. ഞങ്ങളെ മരത്തിലൊരു കരിങ്ങോലിനെ കണ്ടായിരുന്നു കേട്ടോ. ചെറിയ തുമ്പല്ലേ, മരത്തിന്റെ ചേറല്ലേ, ചെറിയ തുമ്പ ഈ കറുപ്പ് ആണല്ലേ. കഴിക്കുന്നില്ല. ഏലത്തോട്ടോ നമ്മൾ ട്രക്കിങ് പോകുന്ന ഏലത്തോട്ടം 2 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീടിൻ്റെ വെച്ച് പറയും. അവിടെയല്ലേ വീട്. അതങ്ങൾ കുറച്ചും കൊണ്ട് വണ്ടി കൊണ്ട് പോയി പിന്നെ നടക്കാം. ഇവിടെ ശബരിമലയ്ക്ക് പോയി 2 മണിക്കൂർ നടന്നാൽ പിന്നെ അങ്ങോട്ട് വാറ്ററൊക്കെ കിട്ടുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു 6 കുളിപ്പില്ലെങ്കിലും വേണ്ട കേട്ടോ. ഈ ബോട്ടിങ്ങിനെ തുഴയാൻ നല്ല പാടാട്ടോ. അയാൾ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അത് തുഴയാനായിട്ട്. പയ്യൻ നല്ല പാടുപെട്ടിട്ടുണ്ട്. ബോട്ട് ഇവിടെ കൊണ്ട് അടുപ്പിച്ചു. പക്ഷേ ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ കുളിക്കാൻ വേണ്ടി നമ്മൾ അവിടേക്ക് പോവുകയാണ്. അത്യാവശ്യം നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട് കേട്ടോ. മഴയിപ്പോൾ എന്തായാലും മാറിയില്ല.
കടുവ അവരുടെ നഖം കൊണ്ട് ടെറിട്ടറി മാർക്ക് ചെയ്യുന്ന പാടുകളാണ് ഈ കാണുന്നത്. കടുവ എന്തോരം ശക്തരാണെന്ന് കാണുമ്പോൾ ഇവിടെ ചുറ്റിലുള്ള മരങ്ങളിലെല്ലാം പാടുകളുണ്ട് കേട്ടോ. കടിച്ചതും കീറിയതൊക്കെ ആയിട്ട് പാടുകൾ കാണും. അവിടെ നിന്ന് തിരിച്ച് ബോട്ടിൽ കയറിയപ്പോൾ മുതൽ അപാര മഴയായിരുന്നു. ഞങ്ങൾ മുഴുവൻ എല്ലാവരും നല്ലോണം നനഞ്ഞിട്ടൊക്കെയാണ് തിരിച്ചെത്തിയത്. ക്യാമറയും ഇതൊന്നും പുറത്തെടുക്കാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നു. നമ്മളിത് ഈ കാണുന്ന ഷെഡിലാണ് ഒരു ക്യാമ്പ് ഫയറൊക്കെ ഇട്ടുതന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്തു. അങ്ങനെ ഇന്നലെ രാത്രി നല്ല രസമായിരുന്നു. കറണ്ട് പോയി, അപ്പോൾ കൂരാക്കൂരി ഇട്ടായിരുന്നു. ഇപ്പോൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ സഫാരിക്കുള്ള ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 6-6:30 മണിയായിട്ടുള്ളൂ. നല്ലോണം വെളുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. സഫാരിയുടെ ബസ് ഇപ്പം തന്നെ വരും എന്നാണ് പറഞ്ഞത്. സഫാരി ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ്, അതായത് ഈ റോട്ടിൽ കൂടെ തന്നെ ഇവർ അകത്തേക്ക് കുറച്ച് കൊണ്ടുപോയിട്ട് ഈ പത്തനംതിട്ട റൂട്ടിൽ കുറച്ച് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാണ്. അത് ആക്ച്വലി അത്ര വർത്താണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതത്ര വെറുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നാലും കാട് നമുക്ക് ആസ്വദിക്കാൻ, വേറൊരു വണ്ടിയില്ലാത്തപ്പോൾ ആസ്വദിക്കാൻ നല്ല രസമാണ്. അത്രേ അതിനൊരു ഇതുള്ളൂ. മൃഗങ്ങളെ കാണാൻ സൈറ്റിങ്സ് ഒക്കെ കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ്. നമ്മുടെ സഫാരി പോകാനുള്ള ബസ് ഇത് വരുന്നുണ്ട് കേട്ടോ. കേരള ഫോറസ്റ്റ് വെപ്പൺ കോർപ്പറേഷൻ്റെ കീഴിലുള്ള ബസ്സാണ്. ഈ ബസ്സിലാണ് നമ്മൾ സഫാരിക്കായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ചെറിയൊരു പണി കിട്ടിയില്ല. ഈ ചെക്ക് പോസ്റ്റ് 7 മണി കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് മുമ്പോട്ട് വന്നത്. അപ്പോൾ ചെക്ക് പോസ്റ്റ് തുറന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവാണ്. ഇതാണ് ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇത് പണ്ട് പച്ചക്കാനം ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല കോടയാണ്. മഴ അതൊക്കെ മാറി നിൽക്കുന്ന സമയമാണ്. ആടിൻ്റെ ഉള്ളിൽ നിറച്ച് കോട തിങ്ങി നിൽക്കുക. നല്ല രസമാണ് രാവിലെ ഇത് കാണാൻ. സൈറ്റിങ്സ് ഒന്നും കിട്ടുമെന്ന് വെച്ചാൽ അറിയില്ല. കിട്ടുമെന്ന് പ്രതീക്ഷയില്ല സത്യം പറഞ്ഞ കാര്യം. ഇത്രയും പോന്നിട്ടൊന്നും കണ്ടില്ല. അടുത്തൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. ബസ്സിൻ്റെ മുമ്പിൽ ചെറിയ മരം കിടക്കുന്നത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവർ. നമ്മുടെ വണ്ടിയിലേയും അപ്പുറത്തെ വണ്ടിയിലേയും ഗാർഡന്മാരും അത് വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സഫാരിയുടെ ലാസ്റ്റ് പോയിന്റ് ഇതാണ് കേട്ടോ. ഇവിടെ നിന്ന് ഇനി തിരിച്ച് നമ്മളെ കൊണ്ടുപോവാണ്. അതായത് ഇവിടെ നിന്ന് ഇനി മുമ്പോട്ട് പോവില്ല. സ്ഥലം നല്ല രസമുണ്ട്. നല്ല കോടയും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലവും ഒക്കെ ആയിരുന്നു അത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. പമ്പ ഡാമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിന്നാണ് നമ്മുടെ ശബരിമലയ്ക്കുള്ള വെള്ളമൊക്കെ സപ്ലൈ ചെയ്യുന്നത്.
ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇവർ ട്രക്കിങ്ങിന് പോയായിരുന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് രാവിലെ ഈ സഫാരി കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോരേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അത് കാരണം തിരിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നു. എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയ സൈറ്റിങ്സ് ആട്ടോ ഇതൊക്കെ. കാട്ടുപന്നി, നമ്മുടെ മലബാർ ഹോൺബില്ല്, മലമുഴക്കി വേഴാമ്പൽ, അങ്ങനെ അതൊക്കെ അവർക്ക് കിട്ടിയ സൈറ്റിങ്സാണ്. ഞാൻ എൻ്റെ അത് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് സൈറ്റിങ് കിട്ടിയായിരുന്നു. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. പോരുന്ന വഴിക്കൊക്കെ നിറച്ച് കോട തിങ്ങി നിൽക്കട്ടാ. പല സ്ഥലത്തും റോഡ് നമുക്ക് വിസിബിള് പോലുമല്ല, അത്രയ്ക്ക് തിക്കായിട്ട് കോട നിൽക്കണം. എന്നാലും നല്ല രസമാണ് രാവിലെ. വേറെ ഇന്നിപ്പോൾ വെഹിക്കിൾസ് ഒന്നുമില്ല. കാര്യം ഇന്ന് മുതൽ എല്ലായിടത്തും ഈ വാട്ടർ ബന്ധപ്പെട്ട ടൂറിസം ഒക്കെ നിരോധിച്ചൊക്കെയാണ് കളക്ടർ. അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും എല്ലാ ഇതേപോലെയുള്ള പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തേക്കാണ്. ഇന്നിപ്പോൾ ഇവിടെയും ഗസ്റ്റൊന്നുമില്ല. നമ്മുടെ രാവിലത്തെ ട്രാൻസ്പോർട്ടേഴ്സ് പോയി കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചയാകുമ്പോഴാണ് ട്രാൻസ്പോർട്ട് വരുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ഗ്യാപ്പാണ്. ഇപ്പോൾ ഈ വാഹനങ്ങളൊന്നുമില്ല ഈ നമ്മൾ പോകുന്ന റൂട്ടിൽ. നേരത്തെ ഒരു സൈറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് ആ സംഭവം. ഒരു 3 പിടിയാനും 3 കുട്ടിയാനകൾ. ഇടതുവശത്ത് ഒരു കുന്നിൻ്റെ മുകളിലാണ്. കുറച്ചധികം ദൂരെയാണ്. നമുക്ക് കണ്ണുകൊണ്ട് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാം. പക്ഷേ ക്യാമറയിൽ എടുക്കുമ്പോൾ, ഞാൻ എൻ്റെ മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്യണം, അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറയിൽ എടുക്കുമ്പോൾ അത്ര ക്ലിയർ അല്ല. ഇതെൻ്റെ ഫ്രണ്ട്സ് എടുത്ത ഫോട്ടോ ആണ്. കുറച്ചും കൂടി ക്ലിയർ ആണെന്ന് തോന്നുന്നു. എത്രത്തോളം നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നേരിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നേരിട്ട് കണ്ട് തന്നെ ആസ്വദിക്കണം ഈ കാടിൻ്റെ ഇതൊക്കെ. പിന്നെ മൃഗങ്ങളെ കാണാനൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമുക്ക് ആനയുടെ സൈറ്റിങ് കൂടി കിട്ടി ഈ യാത്രയിൽ. ഇടയ്ക്ക് നമുക്ക് നിർത്തി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം കൂടിയാണ് ഇത്. എന്തായാലും കോടയും മഞ്ഞും തണുപ്പും ഒക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്ക് എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിനി തിരിച്ച് യാത്ര ചെയ്യണം. തിരിച്ച് നാട്ടിലേക്ക്. നാട്ടിൽ നല്ല മഴയാണെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും തിരിച്ച് പോകണ്ടെന്നാലും പറ്റില്ലല്ലോ. കാടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.